നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് 24 ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ അമൽ. ഇന്ന് ഇതുവരെയുണ്ടായ വാർത്തകളുടെ സമഗ്ര റിപ്പോർട്ടുകളിലേക്ക് പോകാം. ആം ആദ്മി പാർട്ടിയിൽ വൻ പൊട്ടിത്തെറി. രാഘവ് ചദ്ദ ഉൾപ്പെടെ 7 രാജ്യസഭാ എംപിമാർ പാർട്ടി വിട്ടു. പിന്നാലെ രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവർ ബിജെപിയിൽ ചേർന്നു. ബിജെപിയിൽ ചേർന്ന 3 എംപിമാരെ അയോഗ്യരാക്കണമെന്ന് എഎപി ആവശ്യപ്പെട്ടു. ഏറെ നാളായി പാർട്ടി നേതൃത്വവും രാഘവ് ചദ്ദയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുകയായിരുന്നു. എഎപിയുടെ രാജ്യസഭാ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തു നിന്നും രാഘവ് ചദ്ദയെ മാറ്റിയിരുന്നു. രാഘവ് ചദ്ദയ്ക്കൊപ്പം എഎപി വിട്ട അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവരാണ് ബിജെപിയിൽ ചേർന്നത്. എഎപിയുടെ രാജ്യസഭയിലെ 3/2 അംഗങ്ങളും ബിജെപിയിൽ ലയിക്കുമെന്ന് രാഘവ് ചദ്ദ. I repeat, I am the right man in the wrong party. हमने ये decide किया that we, the 2/3 members of parliament of the belonging to the Aam Aadmi Party in Rajya Sabha, exercise the provisions of the Constitution of India and merge ourselves with the BJP. हम BJP में विलय करते हैं. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, രാജേന്ദ്ര ഗുപ്ത, വിക്രംജിത്ത് സിംഗ് സാനി എന്നിവരും ഉടൻ ബിജെപിയിൽ ചേർന്നേക്കും. അതിനിടെ ബിജെപിയിൽ ചേർന്ന 3 എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി ഉടൻ രാജ്യസഭാ അധ്യക്ഷന് കത്ത് നൽകും. നടന്നത് ഓപ്പറേഷൻ താമരയെന്ന് എഎപി നേതാവ് സഞ്ജയ് സിംഗ് ആരോപിച്ചു. തിരഞ്ഞെടുപ്പ് തോൽവികളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന എഎപിക്ക് വലിയ ആഘാതമേൽപ്പിച്ചാണ് എംപിമാർ ബിജെപിയിലെത്തിയിരിക്കുന്നത്. 24 ഡൽഹി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ജ്ഞാനേഷ് കുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ വീണ്ടും പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. ജ്ഞാനേഷ് കുമാറിനെതിരെ 9ഓളം ആരോപണങ്ങളും നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജ്ഞാനേഷ് കുമാർ പദവിയിൽ തുടരുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും ജയറാം രമേശ് ആരോപിച്ചു. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വേണ്ടി ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാൾ ഈ പദവിയിൽ തുടരുന്നത് അപമാനകരമാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ സോഷ്യൽ മീഡിയയിൽ പോര് മുറുകുന്നു. റീലുകളും പോസ്റ്ററുകളുമായി കളം നിറഞ്ഞിരിക്കുകയാണ് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ പക്ഷങ്ങൾ. കെ സി വേണുഗോപാലിനെ ചെറുക്കാൻ വി ഡി സതീശൻ അനുകൂലികളുടെ ഗ്രൂപ്പിൽ ചർച്ചയും നടക്കുന്നുണ്ട്. പോഡ്കാസ്റ്റുകൾ പ്രചരിപ്പിച്ച രമേശ് ചെന്നിത്തല അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട്. വോട്ട് പെട്ടി തുറക്കാൻ ഇനി 10 ദിവസം ബാക്കി. വിജയപ്രതീക്ഷയിൽ നിൽക്കുന്ന കോൺഗ്രസിൽ മുഖ്യമന്ത്രി പോര് കത്തിപ്പടരുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ് അണികൾ. കെ സി വേണുഗോപാലിന് വേണ്ടിയുള്ള പ്രചാരണത്തെ ചെറുക്കാൻ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നവരുടെ ഇലക്ഷൻ 2026 VDS എന്ന ഗ്രൂപ്പിൽ നടക്കുന്നത് വൻ ചർച്ചകൾ. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ സി ബംഗാളിലും തമിഴ്നാട്ടിലും പ്രവർത്തിക്കാൻ പോകട്ടെ എന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ ചർച്ച. കെ സി പക്ഷം നിർമ്മിക്കുന്ന കണ്ടന്റുകളെ ചെറുക്കാൻ മറുപടികൾ നിർമ്മിക്കണമെന്നും ഗ്രൂപ്പിൽ ആഹ്വാനം. കെ സി വേണുഗോപാലിനെ പിന്തുണച്ച കെ സുധാകരനും റോജി എം ജോണിനും അധിക്ഷേപം. മറുവശത്ത് കെ സി വേണുഗോപാലിനു വേണ്ടിയുള്ള പോസ്റ്ററുകളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. കെ സിയെ 13ാമത് മുഖ്യമന്ത്രിയായി വിശേഷിപ്പിച്ച് വിക്കിപീഡിയ പ്രൊഫൈൽ തിരുത്തി. എന്നാൽ ചർച്ചകൾ തള്ളുകയാണ് കെ സി. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ വി ഡി കെ സി പക്ഷങ്ങൾ പൊരിഞ്ഞ പോര് തുടരുമ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ രംഗപ്രവേശം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിത്രീകരിച്ച ഡോക്യുമെന്ററിയും കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശദമാക്കുന്ന പോഡ്കാസ്റ്റുകളുമാണ് പ്രചരിക്കുന്നത്. ഞാനൊരു കേരള യാത്ര തുടങ്ങുകയാണ്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടിയുള്ള യാത്രയാണ്. രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ലക്ഷ്യം കേരളത്തിന്റെ പുരോഗതിയാണ്, വളർച്ചയാണ്, ജനങ്ങളുടെ നന്മയാണ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് ഉചിതമായിട്ടൊരു തീരുമാനം 4-ാം തീയതിയോട് കൂടി എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കുമല്ലോ കോൺഗ്രസ് തീരുമാനം എടുക്കുക. ന്യൂസ് ഡെസ്ക് 24. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്ക് സൂര്യാതപമേറ്റു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയെ തുടർന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സാഹചര്യം വിലയിരുത്താൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 27 വരെ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 2 കുട്ടികൾക്ക് സൂര്യാതപമേറ്റു. ചെമ്മാട് വാഹനം കാത്തുനിൽക്കുന്നതിനിടെ 2ാം ക്ലാസ്സുകാരനും പൊള്ളലേറ്റു. കൊണ്ടോട്ടിയിൽ ആശാരി ജോലിക്കിടെയാണ് ഒരാൾക്ക് സൂര്യാതപമേറ്റത്. പാലക്കാട് ചാലിശ്ശേരിയിൽ സൂര്യാതപമേറ്റതിനെ തുടർന്ന് ഒരാൾ ചികിത്സ തേടി. കോട്ടയം വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെയാണ് വീട്ടമ്മയ്ക്ക് സൂര്യാതപമേറ്റത്.
കുന്നംകുളത്ത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ 55-കാരനും സൂര്യാതപത്തെ തുടർന്ന് പൊള്ളലേറ്റു. കാറിന് പോയി ഏസിട്ടുണ്ടായിരുന്നില്ല, ഗ്ലാസ് തുറന്നിട്ടിട്ട് പോയി. അവിടെ ചെന്ന് വടക്കാഞ്ചേരി റോഡിലേക്ക് കുന്നംകുളത്ത് നിന്ന് അങ്ങോട്ട് തിരിഞ്ഞുള്ളൂ. അവിടത്തേനും വയറിൻ്റെ ഈ സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ ഒരു പൊള്ളലൊരു ചുട്ട് കത്തൽ തുടങ്ങി. ആലുവ പഴങ്ങനാട് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിന്റെ സീറ്റ് കത്തിയത് പരിഭ്രാന്തിയുണ്ടാക്കി. അതേസമയം പാലക്കാട് താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. 39.7 ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചികകൾ രേഖപ്പെടുത്തുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ വേനൽ മഴ ലഭിച്ചത് അല്പം ആശ്വാസമായിട്ടുണ്ട്. അടുത്ത 5 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. രാവിലെ 11 മണിക്കാണ് ഓൺലൈനായി യോഗം ചേരുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. 15 വർഷമായി വെടിക്കെട്ട് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മുണ്ടത്തിക്കോട് സതീശൻ അച്ഛന്റെ പാത പിന്തുടർന്നാണ് ഈ രംഗത്തേക്ക് കടന്നുവന്നത്. 3 വർഷമായി തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതലക്കാരനായിരുന്നു സതീശൻ. പൂരപ്രേമികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പേരായിരുന്നു മുണ്ടത്തിക്കോട് സതീശൻ. 13 കൊല്ലമായി ഞാൻ തൃശ്ശൂരിനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അച്ഛൻ 5 ഞാൻ 8 കൊല്ലം. 13 വർഷമായി ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് 13ാമത്തെ കൊല്ലാണ്. വർണ്ണം ഒപ്പം സൗണ്ട് ഗാംഭീര്യം കൂടി ചെയ്യാനാണ് പ്രാവശ്യം ഉദ്ദേശം. ഒരിറ്റ് ജീവനോടെയെങ്കിലും സതീശനെ തിരികെ കിട്ടണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു കുടുംബം. ആകാശപൂരത്തിന് വർണ്ണവിസ്മയം തീർക്കാൻ സതീശൻ മുണ്ടത്തിക്കോടിനെ പഠിപ്പിച്ചത് അച്ഛൻ മണിയായിരുന്നു. അച്ഛനോടൊപ്പം തുടങ്ങിയത് പിന്നെ സ്വന്തം മേൽവിലാസമാക്കി. പൂരപ്രേമികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത പേരായി മുണ്ടത്തിക്കോട് സതീശൻ. 3 വർഷമായി തിരുവമ്പാടിയുടെ വെടിക്കെട്ടിന്റെ ചുമതല വഹിക്കാൻ തുടങ്ങിയിട്ട്. ഒരേ സമയം തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും വെടിക്കെട്ട് ചുമതല വഹിച്ച ചരിത്രം സതീശന് മാത്രം സ്വന്തം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സതീശൻ കടന്നുപോയിരുന്നത്. എങ്കിലും പൂരപ്രേമികളുടെ മനസ്സു നിറയ്ക്കാൻ വർണ്ണങ്ങൾ ഒരുക്കുമ്പോൾ ആ ആവലാതികളൊന്നും പുറത്തു കാണിക്കാറില്ല. തൃശൂർ പൂരത്തിനു പുറമെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ മിക്ക പൂരങ്ങൾക്കും വെടിക്കെട്ടൊരുക്കാൻ സതീശനെത്തുമായിരുന്നു. ദുരന്തം തീമഴയായി ആകാശത്ത് വിരിഞ്ഞപ്പോൾ സതീശന് ഏൽക്കേണ്ടി വന്നത് 90% പൊള്ളലുകൾ. ഇന്നുച്ചയോടെ എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കി സതീശൻ മടങ്ങി. ശ്രീകുമാരൻ, 24, തൃശൂർ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് ചമയ പ്രദർശനത്തിന് തുടക്കം. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനമാണ് ഇന്നും നാളെയുമായി നടക്കുക. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ചർച്ചകളും സജീവമാണ്. സാമ്പിൾ വെടിക്കെട്ടിന് പകരം പാറമേക്കാവ് വിഭാഗം പ്രതീകാത്മക കതിന പൊട്ടിച്ചു. തിരുവമ്പാടി വിഭാഗവും പ്രതീകാത്മക സാമ്പിൾ ഒഴിവാക്കി. തിടമ്പ്, ആലവട്ട, വെഞ്ചാമരം, മുത്തുക്കുട, നെറ്റിപ്പട്ടം. തൃശൂർ പൂരത്തിലെ പാറവേക്കാവിന്റെ ഗജവീരന്മാർക്കുള്ള ചമയങ്ങളെല്ലാം സജ്ജം. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. വളരെ ലളിതമായ ഒരു ചടങ്ങായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 3 ദിവസം മുമ്പ് മുണ്ടത്തിക്കോട് ഉണ്ടായ അപകടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. നമ്മളെ വിട്ടുപോയ ആത്മാക്കളുടെ ശാന്തിക്കായി, നിത്യശാന്തിക്കായിട്ട് പ്രാർത്ഥനയുടെ ശേഷം ക്ഷേത്രം മേൽശാന്തി തിരി കൊളുത്തി ഉദ്ഘാടനം നടത്തി. മുണ്ടത്തിക്കോട് ദുരന്തത്തെ തുടർന്ന് വെടിക്കെട്ടപകടങ്ങൾ ഒഴിവാക്കാനുള്ള പുതുവഴികൾ തേടുകയാണ് സർക്കാർ. വലിയ രീതിയിലുള്ള ശബ്ദം ഒഴിവാക്കി വർണ്ണത്തിന് പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി VN വാസവൻ. തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ വർഷത്തെ വെടിക്കെട്ട് തന്നെ പൂർണ്ണമായി ഒഴിവാക്കി. അതേപോലെ തന്നെ അവിടുത്തെ ആഘോഷങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അതിൽ കുടമാറ്റാണ് 2ാമത്തെ ആഘോഷം. അത് സിംബോളിക്കായിട്ട് മാത്രം 15 മിനിറ്റ് നേരം മാത്രം നടന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവമ്പാടി വിഭാഗം ദുഃഖാചരണം നടത്തുന്നതിനാൽ നാളെയാണ് ചമയ പ്രദർശനം നടത്തുക. കൊടും ചൂട് കണക്കിലെടുത്ത തൃശൂർ പൂരത്തിലെ ആനകളുടെ എഴുന്നള്ളിപ്പ് നിയന്ത്രിക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല. 24, കൊച്ചി. ആലപ്പുഴ കുട്ടനാട്ടിൽ പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചിരിക്കുന്നു. വൈശ്യംഭാഗം സ്വദേശി ഇന്ദിരയാണ് മരിച്ചത്. അശ്വിൻ പാലാഴിയുണ്ട് ആലപ്പുഴയിൽ നിന്നും. അശ്വിൻ, എപ്പോഴാണ് ഈ വീട്ടമ്മയ്ക്ക് പാമ്പുകടിയേറ്റത്? അവരെ ആശുപത്രിയിലേക്ക് സാധിച്ചിരുന്നു? എന്താണ് വിവരങ്ങൾ?
അമൽ, ഇന്ന് വൈകുന്നേരം 5:30 വീടിന് സമീപത്തുള്ള ശുചിമുറിയിലേക്ക് പോകും വഴി അതിന് മുന്നിൽ വെച്ച് ഇന്ദിരയെ പാമ്പ് കടിക്കുന്നത്. ഉടൻ തന്നെ അവിടെ ഇന്ദിര ബഹളം വെച്ചു. തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരും വീട്ടിലുണ്ടായിരുന്നവരും ഓടിയെത്തി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. മൂർഖൻ പാമ്പാണ് കടിച്ചത് എന്നുള്ളതാണ് ഈ പാമ്പിനെ കണ്ട നാട്ടുകാരടക്കം പറഞ്ഞത്. പക്ഷേ ആശുപത്രിയിൽ എത്തിയ സമയം അത് അല്പം വൈകിയിരുന്നു. ഇതോടുകൂടി ആന്റിവനം നൽകിയെങ്കിൽ പോലും ഇന്ദിരയുടെ ജീവൻ നിലനിർത്താനായില്ല. ആശുപത്രിയിലെത്തി ചികിത്സയിലിരിക്കെ രാത്രി 9:00 ഇന്ദിര മരിക്കുന്നത്. ഈ വീടിന് സമീപത്തെ ശുചിമുറിക്ക് സമീപത്തുള്ള ചെറിയ കാട്ടിൽ നിന്നാണ് ഈ പാമ്പ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ഇന്ദിരയുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ദാരുണമായ സംഭവം. അമൽ. ശരി, അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കുട്ടനാട്ടിലാണ് വീട്ടമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നത്. വൈശ്വംഭാഗം സ്വദേശി ഇന്ദിരയാണ് മരിച്ചത്. ഇവരെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് പോളിംഗ് അനുകൂലമാകുമെന്ന അവകാശവാദങ്ങളുമായി മുന്നണികളും പാർട്ടികളും. DMK സർക്കാരിനെതിരെ യുവജനങ്ങളും സ്ത്രീകളും കാര്യമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് AADMKയുടെ വിലയിരുത്തൽ. ശതമാനക്കണക്കിൽ കാര്യമില്ലെന്നും ആകെ കൂടിയത് 20 ലക്ഷം വോട്ടുകൾ മാത്രമാണെന്നുമാണ് DMKയുടെ പ്രതികരണം. വിജയുടെ തമിഴക വെട്രി കഴകത്തിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക പ്രതികരണമൊന്നും ഇനിയും വന്നിട്ടില്ല. 85.15% തമിഴ്നാടിന്റെ ചരിത്രത്തിലില്ലാത്ത പോളിംഗ് ആണിത്. SIR-ന് ശേഷമുള്ള മാറ്റം മാത്രമാണെന്നും ആകെ അധികമായി പോൾ ചെയ്തത് 20 ലക്ഷം വോട്ടുകൾ മാത്രമെന്നും DMK പറയുന്നു. മുൻകാല തിരഞ്ഞെടുപ്പുകളിൽ ഇതിൽ കൂടുതൽ വോട്ടുകൾ പുതുതായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും DMK-യെ ബാധിച്ചിട്ടില്ല. തമിഴക വെട്രിക്കഴകത്തിന് പരമാവധി 10 ലക്ഷം വോട്ടുകൾ ലഭിക്കുമെന്നും DMK വക്താവ് TKS Elangovan 24-നോട്. 20 lakh votes, no, the more votes polled this time from last election to this election. In 2021 and 2026, only 20 lakhs votes number of votes have increased. We don't see the percentage. The total number of votes polled is only 20 lakhs more. പോളിംഗിലെ വർധനവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് അണ്ണാ DMK. MK സ്റ്റാലിൻ സർക്കാരിനെതിരെ യുവജനങ്ങളും സ്ത്രീകളും കാര്യമായി വോട്ട് രേഖപ്പെടുത്തി. ഇത് പൂർണ്ണമായും ADMK സഖ്യത്തിന് ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. 2026 சட்டமன்ற தேர்தலில் மக்கள் ரொம்ப ஆர்வமாக வந்து வாக்களிக்கிறாங்க. இப்போ 2,05,000 வாக்காளர்கள் 1,04,000 வாக்காளர் நீக்கியிருக்காங்க SIR-ல. அதனால் அந்த சதவீதம் பார்த்தீங்கன்னா இருக்கிற வாக்காளர் கரெக்டாக சரியாக வந்து வாக்குச்சாவடி வந்து வாக்களிச்சிருக்காங்க. പുതുച്ചേരി തിരഞ്ഞെടുപ്പിലുണ്ടായ റെക്കോർഡ് ഭൂരിപക്ഷം TVKയുടെ വരവോടെയെന്നായിരുന്നു അധ്യക്ഷൻ വിജയുടെ അവകാശവാദം. 24 ചെന്നൈ. ഇനി പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയതോടെ അവകാശവാദങ്ങളുമായി മുന്നണികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ 100-ലേറെ സീറ്റുകൾ BJP ഉറപ്പിച്ചു കഴിഞ്ഞെന്നാണ് അമിത്ഷാ അവകാശപ്പെടുന്നതാണ്. പക്ഷേ BJPക്കെതിരായ ജനവികാരമാണ് വോട്ടെടുപ്പിൽ കണ്ടതെന്നാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. ഏതാണ്ട് 93% ബംഗാളിൽ ഒന്നാം ഘട്ടം പോളിംഗ് രേഖപ്പെടുത്തിയത്. സംസ്ഥാന ചരിത്രത്തിൽ 90% കടക്കുന്നത് ഇതാദ്യം. ഭരണവിരുദ്ധ വികാരം വോട്ടായി എന്നാണ് BJPയുടെ പക്ഷം. മമതാ സർക്കാരിന്റെ അസ്തമയമാണ് ഇന്നലെ വൈകിട്ട് കണ്ടതെന്ന് കൊൽക്കത്തയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അമിത്ഷാ പറഞ്ഞു. എന്നാൽ BJPയെ ഭയന്ന് ജനങ്ങൾ കൂട്ടത്തോടെ വോട്ട് ചെയ്തതാണെന്ന് മമതാ ബാനർജി പറയുന്നു. താൻ ദില്ലിയും കീഴടക്കുമെന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ മമത മുന്നറിയിപ്പ് നൽകി. കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിലായി 142 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടം പോളിംഗ് നടക്കുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് രണ്ടാം ഘട്ടം പ്രചാരണം BJP നയിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ നാളെ തൃണമൂലിനായി പ്രചാരണത്തിനെത്തും. SIR വോട്ടർ പട്ടികയിൽ ഉണ്ടാക്കിയ പരിഷ്കാരമാണ് പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതെന്തായാലും ഉയർന്ന പോളിംഗ് ശതമാനം മുന്നണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. സുമതി വളവ് സിനിമാ വിവാദത്തിൽ സൈബർ സെല്ലിനെ സമീപിച്ച സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണത്തിന് പിന്നാലെ വൻ സൈബർ ആക്രമണം നടക്കുന്നുവെന്നാണ് പരാതി. അതിനിടെ ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ രാജിസന്നദ്ധത അറിയിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിച്ച് പിന്നീട് രാജി പിൻവലിച്ചു. തങ്ങൾക്കെതിരെ വൻ സൈബർ ആക്രമണം നടക്കുന്നുവെന്നാണ് സുമതി വളവ് സിനിമയുടെ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും സംവിധായകൻ വിഷ്ണു ശശിശങ്കറും ആരോപിക്കുന്നത്. നിരന്തര ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്നും വിഷയത്തിൽ അന്വേഷണം വേണമെന്നുമാണ് സൈബർ സെല്ലിന് നൽകിയ പരാതിയിൽ പറയുന്നത്. വിഷയത്തിൽ സിനിമാ സംഘടനകൾക്ക് ഇതുവരെ രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ പരാമർശത്തിന് പിന്നാലെ പിന്തുണയും വിമർശനവും ഉയരുന്നുണ്ട്. ഇന്നു ചേർന്ന ഫെഫ്ക എക്സിക്യൂട്ടീവും വിഷയം ചർച്ച ചെയ്തു.
സിനിമയുടെ കണക്കുകൾ പരിശോധിച്ചെന്നും നിർമ്മാതാക്കൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എത്തുമെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഉണ്ണി മുകുന്ദനാണ് സിനിമ സംവിധാനം ചെയ്തത് എന്ന മുരളിയുടെ പരാമർശത്തെ ജനറൽ സെക്രട്ടറി വിമർശിച്ചു. സംവിധായകരുടെ റോളിൽ ഗോസ്റ്റ് ഡയറക്ടറാകാൻ ആരും വരേണ്ട എന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സിനിമ ഉണ്ടാക്കിയെടുക്കുന്നത് സംവിധായകനോടൊപ്പമുള്ള സാങ്കേതിക പ്രവർത്തനമാണ്. നടന്മാർ അവരുടെ ജോലി ചെയ്താൽ മതി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു നടനും മലയാളത്തിൽ ഗോസ്റ്റ് ഡയറക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അതിനിടെ നാടകീയ സംഭവങ്ങൾക്കും ഫെഫ്ക എക്സിക്യൂട്ടീവ് വേദിയായി. 2008 മുതൽ ജനറൽ സെക്രട്ടറിയായിരിക്കുന്ന ബി ഉണ്ണികൃഷ്ണനും പ്രസിഡന്റ് സിബി മലയിലും രാജി പ്രഖ്യാപിച്ചു. സംഘടനാ തലത്തിൽ പ്രവർത്തനം പൂർത്തിയായെന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്കായി മാറുകയാണെന്നുമാണ് ഇരുവരും പറഞ്ഞത്. എന്നാൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ആവശ്യം സംഘടനാ തീരുമാനമായി അംഗീകരിച്ച് രാജി എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയാണെന്ന് പിന്നീട് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ തുടരണമെന്നും പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ സിബി മലയിൽ തുടരണമെന്നുമാണ് സംഘടനയുടെ ജനറൽ കൌൺസിൽ കണ്ടത്. ഞാൻ അവരോട് പറഞ്ഞത്, പഴയ രീതിയിലുള്ള പ്രവർത്തനം എന്റെ കയ്യിൽ നിന്ന് വന്നില്ലെങ്കിൽ അത് നിങ്ങൾ എന്നോട് ചൂണ്ടിക്കാണിക്കണം. അപ്പം നമുക്ക് തിരുത്തലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ അവര് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു തുടരണമെന്നാണ്. ഫെഫ്കയുടെ ജനറൽ ബോഡി യോഗം ചേരാനിരിക്കെയാണ് പുതിയ നേതൃത്വത്തിന് വഴിമാറുകയാണെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. നേരത്തെ പലതവണ ബി ഉണ്ണികൃഷ്ണൻ ഇതേ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. 24 കൊച്ചി. മറ്റു വാർത്തയിലേക്ക് കൂടി പോകാം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ച കേസിൽ ഭക്ഷ്യവിഷബാധയല്ലെന്ന് രാസപരിശോധനാ റിപ്പോർട്ട്. മറൈൻ ടോക്സിക് മരണ കാരണമായേക്കാമെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അസ്മ ഹോട്ടലിൽ നിന്നും ശേഖരിച്ച ഭക്ഷണ സാമ്പിളും വെള്ളവുമാണ് പരിശോധിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകി. ഫെബ്രുവരി 16-നാണ് ചടയമംഗലം സ്വദേശികൾ വിഴിഞ്ഞം അസ്മാക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും പിന്നാലെ 2 പേർ മരിക്കുകയും ചെയ്തത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അസ്മാക് ഹോട്ടൽ പൂട്ടിയിരുന്നു. ചടയമംഗലം പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചത്. ഭക്ഷ്യവിഷബാധയല്ലെന്നാണ് രാസപരിശോധനാ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധ കണ്ടെത്തിയിട്ടില്ല. കുടുംബത്തിലെ എല്ലാവരും ഒരുപോലെ കഴിച്ചത് മീൻമുട്ടയാണ്. ഹോട്ടലിലെ അവശേഷിച്ച ഭക്ഷ്യവസ്തുക്കൾ പരിശോധിച്ചു, വെള്ളവും പരിശോധിച്ചു. ഇവയിലൊന്നും ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായ ബാക്ടീരിയ കണ്ടെത്താൻ ആയില്ല. മീൻ വാങ്ങിയ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെ സാമ്പിളും പരിശോധിച്ചു. സംശയിക്കുന്ന ഒന്നും കണ്ടെത്താനായില്ല. മീൻമുട്ടയിലെ മറൈൻ ടോക്സിനാകാം മരണത്തിലേക്ക് നയിച്ച കാരണം. പാളയം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വിഷബാധയേറ്റ രോഗിയിലും സമാന ലക്ഷണമുണ്ട്. മറൈൻ ടോക്സിൻ കണ്ടെത്താനുള്ള പരിശോധനാ സംവിധാനം നിലവിൽ പരിശോധന നടത്തിയ കെമിക്കൽ ലാബിൽ ഇല്ല. അതേസമയം കുടുംബം കഴിച്ച മറ്റു ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിൾ കിട്ടിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹോട്ടൽ തുറക്കാൻ അനുമതി നൽകിയത്. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.